മലയാളികളായ നമുക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ് ബീഹാറിൽ നിന്ന് വരുന്നത്. അപ്രതീക്ഷിതമൊന്നുമല്ല, പക്ഷേ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണെന്ന് മാത്രം. അതായത് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി സാമ്രാജ് ചൗധരി എന്ന BJP നേതാവ് ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 പതിറ്റാണ്ട് കാലം ബീഹാർ ഭരിച്ചിരുന്നത് നിതീഷ് കുമാറാണ്. സത്യസന്ധനാണ്, അഴിമതിയുടെ കറ പുരളാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുണ്ട്. കുർമി എന്ന് പറയുന്ന ഒരു പിന്നാക്ക സമുദായത്തിൽ ജനിച്ച ആളാണ്, എഞ്ചിനീയറാണ്, അഭ്യസ്തവിദ്യനാണ്, സംസ്കാര സമ്പന്നനാണ്. എന്തായാലും നിതീഷ് കുമാർ 2 വർഷം ഒരു അഴിമതി ആരോപണത്തിനും ഇട കൊടുക്കാതെ ബീഹാർ ഭരിച്ചു. അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ തീരുമാനിച്ചത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്തായാലും ശരി, ഇപ്പോഴേ ബീഹാറിലെ മുഖ്യമന്ത്രിയായി വന്നത് നിതീഷ് കുമാറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന സാമ്രാജ് ചൗധരിയാണ്. സാമ്രാജ് ചൗധരി അവിടെ ഉപമുഖ്യമന്ത്രിയായി BJP അഖിലേന്ത്യാ നേതൃത്വം വെച്ചത് തന്നെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. സാമ്രാജ് ചൗധരിയും പിന്നാക്കക്കാരനാണ്, അദ്ദേഹത്തിന് ജനസ്വാഭിമാനമുള്ള ആളാണ്, ഒപ്പം മെച്ചപ്പെട്ട പ്രതിച്ഛായയും സാമ്രാജ് ചൗധരിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി ആക്കി BJP നിർദ്ദേശിച്ചതും അദ്ദേഹത്തിന് ചുമതല കൊടുത്തത്. നിതീഷ് കുമാർ മാറിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിയായി. പക്ഷേ ഇതിൻ്റെ കൗതുകം അതൊന്നുമല്ല. ആരാണ് ഈ സാമ്രാജ് ചൗധരി? അദ്ദേഹം താരാപൂർ മണ്ഡലത്തിൽ, താരാപൂർ വളരെ പ്രശസ്തമായ മണ്ഡലമാണ്, താരാപൂർ മണ്ഡലത്തിൽ നിന്നാണ് സാമ്രാജ് ചൗധരി BJP സ്ഥാനാർത്ഥിയായിട്ട് ജനിച്ചു വന്നത്. ആദ്യം അദ്ദേഹം RJD ആയിരുന്നു. RJDയിലാണ് അദ്ദേഹം ജീവിതം തുടങ്ങുന്നത്, രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് RJDയിലാണ്. നമ്മുടെ ലാലു പ്രസാദിൻ്റെ പാർട്ടി RJDയിലാണ് തുടങ്ങുന്നത്. ലാലു പ്രസാദിൻ്റെയും നമ്മുടെ നിതീഷ് കുമാർ, നമ്മുടെ ശ്രേയാംസ് കുമാറിൻ്റെയൊക്കെ പാർട്ടി, എങ്ങനെ പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ, അതിലാണ് അദ്ദേഹം ജീവിതം അങ്ങോട്ട് ആരംഭിക്കുന്നത്. അത് 2024 ആയപ്പോഴേ അദ്ദേഹം JDUവിൽ, ജനതാദൾ യുണൈറ്റഡിൽ, അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലേക്ക് കാലുമാറി നിതീഷ് കുമാറിൻ്റെ പാർട്ടി ആയി, നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ നേതാവായിട്ടിരുന്നു. 2017 അദ്ദേഹം BJP ആയി മാറി, അദ്ദേഹം BJPക്കാരനായി. 2023 അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം, അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. എത്ര കഴിവുള്ള ആളാണ് ഈ സാമ്രാജ് ചൗധരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. 2026 അദ്ദേഹം ബീഹാറിലെ മുഖ്യമന്ത്രിയായും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ ബീഹാറും കേരളവുമായുള്ള ചില സാദൃശ്യങ്ങൾ മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോഷ്യലിസത്തിൻ്റെ നാടാണ് ബീഹാർ. അതായത് സോഷ്യലിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഉദയം കൊണ്ടത്, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഉദയം കൊണ്ടത് ബീഹാറിലെ മണ്ണിൽ നിന്നാണ്. പ്രമുഖരായ എല്ലാ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരും. സോഷ്യലിസം ബീഹാറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വികാരമാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസം കേരളത്തിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ ഒരു വികാരമായിരുന്നത് പോലെ ബീഹാറുകാരുടെ ഒരു വികാരമാണ് സോഷ്യലിസം. ഈ സോഷ്യലിസത്തോടൊപ്പം തന്നെ ബീഹാറുകാരൻ്റെ ഒരു വികാരമാണ് ജാതി. ജാതി ബീഹാറുകാരുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. ഇന്ത്യയിൽ ഇത്രമാത്രം ജാതി പോരാട്ടം നടക്കുന്ന, ഇത്രമാത്രം വർഗീയതയുള്ള, ജാതി ഉപജാതികളുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഒരിടത്തുമില്ല. സ്ഥാനാർത്ഥിയുടെ ജാതി മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പറ്റം നിഷ്കളങ്കരായ ആളുകളാണ് ബീഹാറിലുള്ളത്. അതുകൊണ്ടാണ് ആ സംസ്ഥാനം ഗുണം പിടിക്കാതെ കിടന്നത്. ജാതി മാത്രം നോക്കി, ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന കഴുതകൾ എവിടുണ്ടോ അവരുടെയൊക്കെ സംസ്ഥാനം അധോഗതിയിലേക്ക് പോകുമായിരുന്നു. ബീഹാറിന് സംഭവിച്ച അതാണ്. അങ്ങനെ ലാലു പ്രസാദ് മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം സോഷ്യലിസമൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയായി. അദ്ദേഹമാണ് ഈ കാലിത്തീറ്റയുടെ, അതായത് നാൽക്കാലികൾ കൊടുക്കുന്ന തീറ്റ കുംഭകോണം നടത്തി കോടതിയിൽ കേസായി. അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കേസായി, കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടന്നവനാണ് ലാലു പ്രസാദ്. ഇത്രമാത്രം അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിലില്ല. മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും മിക്കവാറും അഴിമതിക്കാരാണ്. വളരെ അപൂർവ മുഖ്യമന്ത്രിമാരേ ഉള്ളൂ അഴിമതിയുടെ കറ പുരളാത്തത്. അതിൽ ഏതാണ്ട് 1ാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ചില ആളുകളിലൊക്കെ മനസ്സിൽ കാണുമ്പോൾ 1ാം സ്ഥാനമോ ചിലപ്പോൾ 2ാം സ്ഥാനമോ ചിലപ്പോൾ 3ാം സ്ഥാനമോ എന്നൊക്കെ ആയിപ്പോകും. അതുകൊണ്ട് 1ാം സ്ഥാനം എന്നുള്ളത് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു. ഈ കൂട്ടത്തിൽ പ്രമുഖനാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം അഴിമതിക്കാരായ മുഖ്യമന്ത്രിമാരുടെ പേരെൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു വരുമ്പോഴേ ലാലു പ്രസാദ് 1ാം സ്ഥാനക്കാരനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു അപരാധമാണ്. അതുകൊണ്ടാവുന്നതല്ല. അദ്ദേഹം അഴിമതിക്കാരായ മുഖ്യമന്ത്രിമാരിൽ മുൻനിരയിലുണ്ടായിരുന്നവരിൽ ഒരാളാണ് ലാലു പ്രസാദ്. അതാണ് കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്തായാലും ശരി, അദ്ദേഹം ജയിലിൽ പോയി.
നിതീഷ് കുമാർ അഴിമതിയുടെ കറ പുരളാത്ത ഒരാളായതുകൊണ്ടും അതേസമയം പിന്നാക്ക സമുദായക്കാരനായതുകൊണ്ടൊക്കെ നല്ല ഗംഭീരമായിട്ട് ബീഹാറിനെ ഭരിച്ചുകൊണ്ട് പോയി. 15 കൊല്ലം ലാലു പ്രസാദ് ഭരിച്ചു, 20 കൊല്ലം നിതീഷ് കുമാർ ഭരിച്ചു. 15 കൊല്ലം ഭരിച്ച ലാലു ജയിലിലേക്ക് പോയി, നിതീഷ് കുമാർ കേന്ദ്ര ക്യാബിനറ്റിലേക്കും പോകുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒരു വലിയ പ്രത്യേകതയുള്ളത്, ഈ ബീഹാറിൽ BJPയും കോൺഗ്രസും എന്ന രണ്ടാം നിരയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ഒന്നാം നിരയിൽ നിൽക്കുന്നത് JDU ആണ്, അല്ലെങ്കിൽ RJD ആണ്. അവരുടെ പിന്നിൽ മാത്രമേ BJPക്കോ അതല്ലെങ്കിൽ കോൺഗ്രസിനോ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ പാർട്ടികളുണ്ട്. നമ്മുടെ CPM അവിടെ ഉണ്ട്, CPI അവിടെ ഉണ്ട്, മാവോവാദിയുണ്ട്. എന്നിട്ട് നമ്മുടെ അസറുദ്ദീൻ ഒവൈസി, അദ്ദേഹത്തിനും അവിടെ ബീഹാറിൽ സ്ഥാനമുണ്ട്. ചിരാഗ് പാസ്വാൻ്റെ നേതൃത്വത്തിൽ ദളിതർ ശക്തമായി സംഘടിച്ച സംസ്ഥാനമാണ് ബീഹാർ. ഇതൊക്കെ ബീഹാറിൻ്റെ ഒരു ഭാഗം. പക്ഷെ നമുക്കൊന്നും ഇല്ലാത്ത വലിയൊരു ചരിത്ര പശ്ചാത്തലം ബീഹാറിനുണ്ട്. ബുദ്ധന് ബോധോദയം വന്ന ഗയ ബീഹാറിലാണ്. ജയപ്രകാശ് നാരായണൻ്റെ ജന്മനാടാണ് ബീഹാർ. ഇന്ത്യയിലെ പ്രഥമ പ്രസിഡൻ്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം ബീഹാറുകാരനായിരുന്നു. ഈ അടുത്ത സമയത്ത് BJP ഗവൺമെൻറ് ഭാരതരത്ന കൊടുത്ത് അംഗീകരിച്ച പിന്നാക്ക സമുദായത്തിൽ ജനിച്ച് വ്യത്യസ്തമായ പരിസ്ഥിതികളിലെ അടിച്ചമർത്തലുകളെയൊക്കെ അതിജീവിച്ച് വന്ന കർപ്പൂരി ഠാക്കൂർ എക്കാലത്തെയും ഏറ്റവും മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറയാൻ പറ്റുന്ന ഒരാളാണ് കർപ്പൂരി ഠാക്കൂർ. കയ്യിൽ കറവുരുളാത്തൊരു നേതാവായിരുന്നു കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹത്തിൻ്റെ നാടും ബീഹാറിലാണ്. ബീഹാറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പിന്നാക്കക്കാർക്ക് സംവരണം അനുവദിച്ച സംസ്ഥാനവും ബീഹാറാണ്. അതെല്ലാം അതിന് മാത്രമല്ല, വേറെ ചില കാര്യങ്ങളോടുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ, അദ്ദേഹവും ബീഹാറുകാരനാണ്. പിന്നെ ഒരു കാലത്ത് CPIയുടെ രോമാഞ്ചമായിരുന്ന JNUവിലെ വിദ്യാർത്ഥികളെയൊക്കെ വിപ്ലവവീര്യം പകർന്നു കൊടുത്ത നമ്മുടെ കനയ്യ കുമാർ, കേരളത്തിലൊക്കെ വന്ന് ഒരു ഗഞ്ചറയിൽ അടിച്ച് അദ്ദേഹം പാട്ടുപാടി. കുറെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് അദ്ദേഹത്തിനെ ബീഹാറിൽ വെച്ചു. കോൺഗ്രസിൻ്റെ PCC പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തിനെ വെച്ചു. അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് പണം മുടക്കി ഒരു AC ഒക്കെ കൊണ്ട് അവിടെ വെച്ചിരുന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ അതൊക്കെ ഇറക്കിക്കൊണ്ടുപോയി അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. അതാണ് കനയ്യ കുമാർ. ഈ CPI നേതാവ് കനയ്യ കുമാറും ബീഹാറുകാരനാണ്. ബീഹാറിന് മറ്റൊരു പ്രാധാന്യം കൂടെ ഉണ്ട്. BP സിംഗിൻ്റെ മണ്ഡൽ റിപ്പോർട്ടിനെ അതിജീവിക്കാൻ തകർന്നു പോകുന്നു എന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര തുടങ്ങി. രാമക്ഷേത്രം പണിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. ഒരു പ്രതീക്ഷയില്ല രാമക്ഷേത്രം പണിയുമെന്ന്. പക്ഷേ BP സിംഗ് കൊണ്ടുവന്ന മണ്ഡൽ രാഷ്ട്രീയത്തിനെ കമണ്ഡൽ രാഷ്ട്രീയം ഉപയോഗിച്ച് തടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് BJP അതിന് മുതിർന്നത്. അത് സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് വന്ന ഈ രഥയാത്രയെ ബീഹാറിൽ വെച്ച് ലാലു പ്രസാദ് അറസ്റ്റ് ചെയ്യുകയാണ്. അത് കൃത്യമായി പറഞ്ഞാൽ 1990 ഒക്ടോബർ 23 വെളുപ്പിനെ 3 മണിക്കാണ് LK അദ്വാനിയെ വിളിച്ച് എണീപ്പിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അന്ന് ലാലു ഒരു പ്രഖ്യാപനം നടത്തി. ഇത് കൃഷ്ണൻ്റെ നാടാണ്, ഇവിടെ രാമൻ്റെ രഥം ഓടത്തില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം, പിന്നെ 50% ആളുകൾ പിന്നാക്കക്കാരാണ് ബീഹാറിലെ വോട്ടർമാരിൽ. അതിലും 16% യാദവരാണ്. അവരുടെ നേതാവാണ് പിന്നെ ലാലു പ്രസാദ്. കൃഷ്ണൻ യാദവനാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ലാലു അത്തരം കയറിയൊരു പ്രസ്താവനയൊക്കെ നടത്തിയത്. അപ്പോൾ ലാലു ഇതൊക്കെ പറയുമ്പോഴും ലാലുവിന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വേരോട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് 6 MP വരെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല, പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധി ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നത് നീലം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. അതും ചമ്പാരനിലെ നീലം കർഷകരെ. ഈ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലവും ബീഹാറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ബീഹാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, 2014 JDU ആയിരുന്ന ഒരാൾ, അല്ലെങ്കിൽ RJDയിൽ തുടങ്ങി JDUവിലെത്തി, അവിടെ നിന്ന് BJPയിലെത്തിയ ഒരാൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആകുന്നു. അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. നിസ്സാര കാര്യമാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ കടുത്ത ജാതി വെറി പൂണ്ട സ്ഥലമാണ് ബീഹാർ എന്ന് ഞാൻ പറഞ്ഞു. തൊടുന്നതിനെല്ലാം ജാതി മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ജനം എന്നുള്ളത് പറഞ്ഞു. ആ ബീഹാറിലാണ് നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജോഡോ യാത്ര തുടങ്ങിയത്. അവിടെ അല്ല തുടങ്ങിയത്, അതുവഴി കടന്നുപോയപ്പോൾ അദ്ദേഹം ചില പ്രഖ്യാപനങ്ങൾ ബീഹാറിൽ വെച്ച് നടത്തി. അതിലൊന്നാമത് നടത്തിയ പ്രഖ്യാപനം,
കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇപ്പം നിലനിൽക്കുന്ന സംവരണ സംവിധാനം എല്ലാം മാറ്റിയിട്ട് 100% സംവരണം ഏർപ്പെടുത്തും. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും അതുപോലെ തന്നെ ദളിതർക്കുമായിട്ട് 100% സംവരണം ഏർപ്പെടുത്തും. അത് മുസ്ലിങ്ങളടക്കമുള്ളവർക്കാണ് കൊടുക്കുന്നത്. അതിനകത്ത് വളരെ ചെറിയ ഒരു വിഭാഗം മുന്നാക്കക്കാരെ മാത്രമേ അദ്ദേഹം മാറ്റി നിർത്തുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആളുകൾക്കും അദ്ദേഹം സംവരണം കൊടുക്കുന്നതായിരുന്നു ഒരു ഓഫർ. രണ്ടാമത്തെ ഓഫർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഓഫറല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യൻ മിലിറ്ററിയിൽ മുഴുവൻ സവർണന്മാരാണ്. 10% വരുന്ന സവർണരാണ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് അദ്ദേഹം സൈന്യത്തിലെ ജാതി കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അങ്ങനെ ജാതി മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാൻ രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്ന സംസ്ഥാനമാണ് ബീഹാർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ JDUവിൻ്റെ ശ്രേയാംസ് കുമാറിൻ്റെ നേതാവ് ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവും അദ്ദേഹം കൂടെ കൂടി. ഇപ്പോൾ തേജസ്വി യാദവും ശ്രേയാംസ് കുമാറും കൂടെ ചേർന്ന് നിൽക്കുന്നൊരു പടം നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നു. പത്രങ്ങളിൽ നിന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നു. തേജസ്വി യാദവിൻ്റെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ തേജസ്വി യാദവിൻ്റെ വരവോടുകൂടി കേരളം ഇടതുപക്ഷം പിടിക്കും എന്ന് മാതൃഭൂമി പത്രത്തിൽ വാർത്തകൾ വന്നു. ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന RJD മീറ്റിങ്ങൾ വന്നു. ജനലക്ഷങ്ങളെ കാണിക്കത്തില്ല, വേദിയിലിരിക്കുന്ന ആളുകളെ മാത്രമേ കാണിക്കത്തുള്ളൂ. അതൊരു 10-25 പേർക്കുള്ളില്ല. അവരുടെ മുന്നിൽ ജനലക്ഷങ്ങളുണ്ടെന്നാണ് മാതൃഭൂമി പറയുന്നത്. മാതൃഭൂമി പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കാൻ ഒക്കത്തില്ല. ചിലപ്പോൾ ജനലക്ഷം കാണുമായിരിക്കാം. എന്തായാലും ശരി, RJDയുടെ പ്രാധാന്യം കേരളത്തിൽ ഇതാണ്. അപ്പോൾ അവസാനം ഇപ്പോൾ വന്ന് നിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ സംസ്ഥാനത്താണ് BJP അധികാരമേറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 1990 ഒക്ടോബർ മാസം 23-ാം തീയതി LK അദ്വാനിയെ രഥയാത്ര തടഞ്ഞ് അറസ്റ്റ് ചെയ്ത ഒരു സംസ്ഥാനത്ത് 2026 BJPയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും രാഷ്ട്രീയം പഠിക്കേണ്ടത് BJPയിൽ നിന്നാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയം, എങ്ങനെയാണ് രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നത് എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ബീഹാർ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി ബീഹാറിൽ നടക്കാൻ പോകുന്നത് BJPയുടെ ഒരു തേരോട്ടമായിരിക്കും. അത് സാമ്രാട്ട് ചൗധരിയുടെ നേതൃത്വത്തിലുമായിരിക്കും. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാറി 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 വന്ന് ആഹ്വാനം ചെയ്തു. ഇടയ്ക്ക് നമ്മുടെ KC വേണുഗോപാലും ഉണ്ടായിരുന്നു. KC വേണുഗോപാലും ആഹ്വാനം ചെയ്തു. കൂട്ടത്തിൽ KC വേണുഗോപാലും ആഹ്വാനം ചെയ്തൊക്കെ പോയി. 6 സീറ്റിലാണ് ജയിച്ചത്. ഈ 6 MLA-മാരും കോൺഗ്രസിൻ്റെ 6 MLA-മാരും JDUവിലേക്ക് അങ്ങ് പോയി. അങ്ങനെ ബീഹാർ കോൺഗ്രസ് മുക്തമായി. അതാണ് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനുണ്ടായ ഒരു ഗതികേട്. ഇവിടെ നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇതൊരു വലിയ ഓഫറാണ്. BJP വയ്ക്കുന്ന ഒരു ഓഫറാണ് ഞാൻ ഈ പറഞ്ഞത്. RJD തുടങ്ങി JDUവിലെത്തി, അവിടെ നിന്ന് BJPയിലെത്തി, പിന്നെ BJP സംസ്ഥാന പ്രസിഡൻ്റാകുന്നു, BJPയുടെ മുഖ്യമന്ത്രിയാകുന്നു. ഈ കൊതിപ്പിക്കുന്ന ഓഫറിൽ ആരൊക്കെ വീഴുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ സാമ്രാട്ട് ചൗധരിയുമായിട്ട് ഞാനൊന്ന് സാദൃശ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് അതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം പോയിട്ട് എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സാമ്രാട്ട് ചൗധരിയെ പോലെ ബുദ്ധിമാനാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ ഒരവസരമുണ്ട്. വേണമെങ്കിൽ VD സതീശനും അത് പ്രയോജനപ്പെടുത്താൻ നോക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നുമല്ലെങ്കിലും നമ്മുടെ KC വേണുഗോപാലും VD സതീശനും കൂടെ അടിച്ചമർത്തിയിട്ടിരിക്കുന്ന K സുധാകരനും ഉയർന്നു വരാനുള്ള ഒരു ചാൻസാണ്. K സുധാകരൻ പഴയ ജനിച്ചു വീണ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, അദ്ദേഹം ജനതാദളിലായിരുന്നു. അവിടുന്ന് കോൺഗ്രസ്സിൽ വന്ന് നേതാവായ ആളാണ്. ഇപ്പോൾ BJP വിരോധമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം പറയുന്നതിനെക്കാട്ടി വലിയ BJP വിരോധമാണ് സാമ്രാട്ട് ചൗധരിയൊക്കെ പറഞ്ഞത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഓഫർ, ബീഹാർ നൽകുന്ന കൊതിപ്പിക്കുന്ന ഓഫർ, ഒന്ന് രമേശ് ചെന്നിത്തലയെ, അതല്ലെങ്കിൽ K സുധാകരനെ, പിന്നെ നിവൃത്തിയില്ല വന്ന KC വേണുഗോപാലും ഇതൊക്കെ ചിന്തിക്കാവുന്ന കാര്യം. അദ്ദേഹത്തെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ ആരുമില്ല വന്നാൽ പിന്നെ VD സതീശൻ അങ്ങോട്ട് പോകും, അദ്ദേഹത്തിന് പോകാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ബീഹാറിൻ്റെ കൊതിപ്പിക്കുന്ന ഒരു ഓഫർ കേരളത്തിലുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ. ബീഹാർ BJP ഭരിക്കുകയാണ്. കേരളം BJP ഭരിക്കില്ല എന്ന് കരുതുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഉറപ്പായും പറയാം, നാളെ കേരളം ഭരിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. അതിനാണ് ഞാൻ ഈ ബീഹാറിൻ്റെ കഥ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.